അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ പിടിയിലായ ഒന്നാം പ്രതി സവാദിനെ സംരക്ഷിച്ചവരെ കേന്ദ്രീകരിച്ച വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻ.ഐ.എ. സവാദിന്റെ സംരക്ഷകർ, സഹായികൾ, ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സവാദ് അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഉമേഷ്, സംഭവം നടന്ന 13 വർഷത്തിന് ശേഷമാണ് സവാദ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ.ഐ.എക്ക് വലിയ തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. കാരണം എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്, ആരൊക്കെയാണ് സവാദിനെ സഹായിച്ചത്, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ എൻ.ഐ.യുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്? അതെ കീർത്തി, ഈ കേസിൽ നേരത്തെ മറ്റ് പ്രതികളൊക്കെ എൻ.ഐ.എ ഓരോരുത്തരെയും പിടികൂടി അറസ്റ്റ് ചെയ്തു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിചാരണയിലേക്ക് പോയി. ഒടുവിൽ പ്രതികളെ കണ്ടെത്തുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴും ഈ കേസിലെ ഒന്നാം പ്രതി കാണാമറയത്തായിരുന്നു, ഒളിവിലായിരുന്നു. ഇയാളെ തേടി അന്വേഷണ സംഘം 13 വർഷമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു. ആ 13 വർഷത്തെ കാത്തിരിപ്പിന് ഫലമുണ്ടായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച കണ്ണൂരിൽ മട്ടന്നൂരിലെ ബേരം എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടിൽ നിന്നാണ് കേസിൽ ഒന്നാം പ്രതിയായ സവാദിനെ എൻ.ഐ.എ സംഘം പിടികൂടിയത്. ഇവിടെ ഒരാൾ, ഈ സവാദ് അവിടെ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന വിവരം എൻ.ഐ.എക്ക് ലഭിച്ചു. അവിടെ ചെന്നപ്പോൾ ഇയാൾ മറ്റൊരു പേരിലാണ് കഴിഞ്ഞിരുന്നത്, ഷാജഹാൻ എന്ന പേരിലായിരുന്നു. പിന്നീട് കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയാണ് ഇയാൾ തന്നെയാണ് സവാദ് എന്ന് എൻ.ഐ.എ ഉറപ്പിച്ചത്. ഒപ്പം ഇയാളുടെ പുറത്ത് ഒരു മുറിവുണ്ടായിരുന്നു. അതും ആദ്യഘട്ടത്തിൽ ഇയാൾ ചോദിച്ചപ്പോൾ അത് മുള്ളു കൊണ്ടതാണ് എന്നൊക്കെ കാരണമാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇയാൾ തന്നെ സമ്മതിച്ചു താൻ സവാദാണ് എന്ന്. അങ്ങനെ വളരെ നിർണായകമായ അറസ്റ്റിലേക്ക് എൻ.ഐ.എ പോയി. ഇനി എൻ.ഐ.എക്ക് പ്രധാനമായും ഉള്ള നടപടിക്രമങ്ങളെന്ന് പറയുന്നത് തിരിച്ചറിയൽ പരേഡ് നടത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പിടികൂടിയ ആൾ എൻ.ഐ.എ കണ്ടെത്തിയ അല്ലെങ്കിൽ ഈ കേസിൽ ഒന്നാം പ്രതിയായ സവാദാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാകണം. അതിനുള്ള നടപടിയായിരിക്കും ആദ്യം നടക്കുക. ഒരുപക്ഷെ ഇന്നോ അടുത്ത ദിവസമോ ഒക്കെയായി തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ എൻ.ഐ.എ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് അനുമതി കിട്ടിയാൽ എറണാകുളം സബ് ജയിലിൽ വെച്ചായിരിക്കും ഈ സവാദിൻ്റെ തിരിച്ചറിയൽ പരേഡ് നടത്തുക. സ്വാഭാവികമായും ഈ കേസിലെ പ്രധാനമായും ഇരയാക്കപ്പെട്ട പ്രൊഫസർ ടി.ജെ. ജോസഫ് തിരിച്ചറിയൽ പരേഡിന് ഒപ്പം എത്തും. ഒപ്പം ഈ കുറ്റകൃത്യം കണ്ട ചില സാക്ഷികൾ കൂടി എൻ.ഐ.എയുടെ പട്ടികയിലുണ്ട്. അവരെ കൂടി തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുപ്പിക്കാനാണ് എൻ.ഐ.എയുടെ നീക്കം. അങ്ങനെയാണെങ്കിൽ പ്രൊഫസർ ടി.ജെ. ജോസഫും മറ്റ് സാക്ഷികളുമൊക്കെ ഉൾപ്പെടെ ഈ തിരിച്ചറിയൽ പരേഡിലെത്തുകയും ഇയാൾ സവാദാണ് എന്ന് ഈ സാക്ഷികൾ തിരിച്ചറിഞ്ഞാൽ അത് ഈ കേസിൽ വളരെ നിർണായകമായ നടപടിയാകും. അതിന് പുറമെ എൻ.ഐ.എക്ക് മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ ടി.ജെ. ജോസഫിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച മഴു, സവാദ് ഈ ടി.ജെ. ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടാൻ ഉപയോഗിച്ച മഴു കണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് ഈ കേസിൽ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സവാദിനെ പിടികൂടിയ സ്ഥിതിക്ക് സവാദിൻ്റെ മൊഴി അനുസരിച്ച് അത് ഉടൻ തന്നെ കണ്ടെടുക്കാനാകും എന്നൊരു പ്രതീക്ഷ എൻ.ഐ.എക്കുണ്ട്. ഒപ്പം ഈ സവാദ് ഇത്ര നാൾ 13 വർഷക്കാലം ഒളിവിൽ കഴിഞ്ഞ ഒരാളാണ് സവാദ്. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ ആരൊക്കെയാണ്, ഇയാളുടെ സംരക്ഷകർ ആര്, സഹായികൾ ആര്, ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ എവിടെയൊക്കെ, ഇതൊക്കെ എൻ.ഐ.എക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ആ നടപടികളിലേക്കാണ് എൻ.ഐ.എ പോകുന്നത്. അതിന് സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കസ്റ്റഡി അപേക്ഷയും അധികം വൈകാതെ എൻ.ഐ.എ സമർപ്പിക്കും. നമുക്കറിയാൻ കഴിയുന്നതനുസരിച്ച് അതിനേക്കാൾ പ്രാധാന്യം ഇപ്പോൾ തിരിച്ചറിയൽ പരേഡിനാണ് എൻ.ഐ.എ നൽകുന്നത്. അതുകൊണ്ട് തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാലുടൻ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകാനായിരിക്കും എൻ.ഐ.എ തീരുമാനിക്കുക. തിരിച്ചറിയൽ പരേഡ് അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷം ഈ കസ്റ്റഡി അപേക്ഷ നൽകുകയും അങ്ങനെ സവാദിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് എൻ.ഐ.എക്കുള്ളത്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എവിടെയൊക്കെയാണ്, ഇയാളെ സഹായിച്ചത് ആരൊക്കെയാണ്, 13 വർഷം എങ്ങനെ ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചു, ഏതൊക്കെ ഇടങ്ങളിൽ, ഏതൊക്കെ നാട്ടിൽ ഇയാൾ താമസിച്ചു, ഷാജഹാൻ എന്ന പേരിലുപരിയായി മറ്റേതെങ്കിലും പേരിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായമൊക്കെ ഈ സവാദിന് ലഭിച്ചിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത് എന്ന് എൻ.ഐ.എക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഈ കുറ്റകൃത്യം നടത്തിയ ശേഷം ഈ ടി.ജെ. ജോസഫിൻ്റെ കൈ വെട്ടിയ ശേഷം, കൈപ്പത്തി വെട്ടി മാറ്റിയ ശേഷം ഇയാൾ നേരെ പോയത്
ആലുവയിലേക്കാണ് എന്ന വിവരം NIAക്ക് അന്ന് തന്നെ ലഭിച്ചിരുന്നു. ഇയാൾക്കൊപ്പം ഷംസുദ്ദീൻ എന്നയാളും ഉണ്ടായിരുന്നു എന്നും NIA കണ്ടെത്തിയതാണ്. ആലുവയിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ വീട്ടിലാണ് ഇയാൾ എത്തിയതെന്നാണ് പറയുന്നത്. അവിടെ അയാളുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾക്ക് പ്രാഥമിക ചികിത്സയൊക്കെ ലഭ്യമാക്കിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇയാൾക്കും പരിക്കേറ്റിരുന്നു. TJ ജോസഫിനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ സവാദിനും പരിക്കേറ്റിരുന്നു. അത് ചികിത്സിച്ചത് ഈ ആലുവയിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ സഹായത്തോടെയാണ് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ആലുവയിൽ നിന്നും പിന്നെ പോയത് കൊടുങ്ങല്ലൂരിലേക്കാണ് എന്നും NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇയാൾ പോയത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും അജ്ഞാതമായിരിക്കുന്നത്. പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിലടക്കം ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലടക്കം താൻ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്ന ഈ സവാദിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്നത് വരെയുള്ള സമയത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ അക്കാര്യമൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് കൂടാതെ മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇയാൾ താമസിച്ചിട്ടുണ്ടെന്ന് NIAക്ക് കണ്ടെത്തണം. NIA ഈ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക അടക്കം എല്ലായിടങ്ങളിലും NIA ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്തിയതാണ്. ഇനി സവാദ് പറയുന്ന മൊഴി അനുസരിച്ച് എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞത് അവിടെയൊക്കെ NIA പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയാലായിരിക്കും സവാദിനെ പിടികൂടിയത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഈ കൈപ്പത്തി വെട്ടിയ സ്ഥലത്തേക്ക് ഈ സവാദിനെ കണ്ണൂരിൽ നിന്നാണ് ഉമേഷ് സവാദിനെ പിടികൂടിയതല്ലോ. അപ്പോൾ കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടോ? കണ്ണൂരിൽ ഇയാൾ എവിടെയാണ് താമസിച്ചത്, എവിടെ നിന്നാണ് സഹായം ലഭിച്ചത്, ഒളിവിൽ കഴിഞ്ഞത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, കണ്ണൂരും ഇയാളുമായുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ടോ NIA? ഉറപ്പായും കീർത്തി, ആ തരത്തിൽ അന്വേഷിക്കും NIA. കാരണം ഇയാളെ പിടികൂടിയത് തന്നെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം NIAക്ക് ഉറപ്പാണ്. അത് ആരൊക്കെയാണ് സഹായിച്ചത് എന്ന കാര്യമാണ് NIA പരിശോധിക്കുന്നത്. അവരെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. കണ്ണൂരിലെ മട്ടന്നൂരിൽ ഈ ബേരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നതിന് മുമ്പ് കണ്ണൂരിൽ തന്നെ മറ്റിടങ്ങളിൽ ഇയാൾ താമസിച്ചതായി വിവരമുണ്ട്. അതെവിടെയാണെന്ന് NIAക്ക് പരിശോധിക്കണം. അതുകൂടാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇയാൾ താമസിച്ചിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ് എന്നുള്ളത് സവാദ് തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ സവാദ് പറയുന്നതനുസരിച്ച് അവിടങ്ങളിലൊക്കെ ചെന്ന് തെളിവെടുപ്പ് നടത്തും. ഇയാളെ സഹായിച്ചവരെയൊക്കെ NIA കണ്ടെത്തും. ആവശ്യമെങ്കിൽ അവരെ കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ NIA പോകും. അതിന് ഇയാളെ കസ്റ്റഡി ലഭിക്കേണ്ടതുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് മുൻപ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരിച്ചറിയൽ പരേഡാണ് പൂർത്തിയാക്കുന്നത്. കാരണം ഈ പിടിയിലായ ആൾ സവാദാണ് എന്ന് നിയമത്തിന് മുൻപിൽ തെളിയിക്കേണ്ട ബാധ്യത NIAക്കുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചറിയൽ പരേഡ് എന്ന സ്വാഭാവിക നടപടിക്രമത്തിലേക്ക് NIA പോകുന്നത്. അതുകൊണ്ട് ആദ്യം അതായിരിക്കും നടക്കുക. ഇന്ന് ഒരുപക്ഷെ അപേക്ഷ നൽകിയേക്കാം, അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം, നാളെയും മറ്റന്നാളും അവധി ദിവസങ്ങളാണ്. ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും അതിനുള്ള അപേക്ഷ കൊടുക്കുക. അടുത്ത ആഴ്ചയിൽ തന്നെ ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കാനാണ് NIA ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന രീതിയിൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ തെളിവെടുപ്പടക്കം വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് NIA പോവുക. കീർത്തി, ശരി, വ്യക്തമാണ്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ.